CPM-നെതിരെ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും വിമർശനം. മാർക്സിസ്റ്റുകൾ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും പാർട്ടിയിൽ ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ആലപ്പുഴയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു സുധാകരന്റെ പരാമർശം. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമ്മൾ സ്വീകാരണ അസംബ്ലി നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നും ഇല്ല. മറ്റുള്ളവരോട് ചെയ്യണം. അവരാണ് ഭൂരിപക്ഷക്കാർ വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൂടെ സ്വീകാര്യനാണ്. അഭിമാനം സ്വീകാര്യനായിരിക്കും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് LPCSന് നിഷാദ് ദിലീപ് ചേരുകയാണ്. നിഷാദ്, നിശ്ചിതമായ വിമർശനം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്തിനും ഉണ്ടായത്. പരോക്ഷത്തിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ് കൊള്ളുന്നതും. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയത്? ആലപ്പുഴയിലെ ഒരു സ്വകാര്യ പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു ജി സുധാകരന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. CPM-നെതിരെ വിമർശനവുമായി സുധാകരൻ വരുന്നത് ആദ്യമായല്ല. പല തവണയായി അദ്ദേഹം ഇതുപോലുള്ള സ്വകാര്യ ചടങ്ങുകളിലും ഒപ്പം തന്നെ പൊതുവേദികളിലും ഒക്കെ CPM-നെതിരെ വളരെ വിമർശനങ്ങളുമായൊക്കെ ആഞ്ഞെടുക്കുന്നയാളാണ്. പാർട്ടിക്ക് ഇന്ന് അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനായി മാറണം എങ്കിൽ മാത്രമേ ഒരു നേതാവിന് നിലനിൽപ്പുള്ളൂ എന്നാണ്. മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ല. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ അല്ല ജയിക്കുന്നത്, മറ്റുള്ള എല്ലാവർക്കും സ്വീകാര്യനായാൽ മാത്രമേ ഒരു MLA അടക്കം ആകാൻ കഴിയൂ എന്ന തരത്തിലാണ് ജി സുധാകരൻ ഇന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചത്. 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരു പാർട്ടി ഉണ്ടാകുമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു MLA ആവണമെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള ആളുകളുടെയും അതായത് ആ നാട്ടിലുള്ള എല്ലാവർക്കും സ്വീകാര്യനായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ജനപ്രതിനിധി പോലും ആകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ 5-6 പേരെ കെട്ടിപ്പിടിച്ചിരുന്നാൽ ഒരു കാലത്തും ഒരു നേതാവ് ഒരു ജനപ്രതിനിധി ആവാൻ കഴിയില്ല. ആ തരത്തിലുള്ള വിമർശനങ്ങളാണ് ജി സുധാകരൻ ഉന്നയിച്ചത്. പാർട്ടിയിൽ ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പിണറായി വിജയന് എടുത്തു പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. കാരണം പല ചടങ്ങുകളിലും അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ജി സുധാകരൻ ആലപ്പുഴയിൽ ഒരു വിമത വിഭാഗമായി തന്നെ അത്തരത്തിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്.